NIOS +2 അറബി ക്ലാസ്സുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാമത്തെ ചാപ്റ്ററായ ബിലാദി എന്ന പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൽ നാം പഠിച്ചിരുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയെക്കുറിച്ചും അതേപോലെ മഅറൂഫ്, മജ്ഹൂൽ എന്നീ ഫിഅലുകളെ സംബന്ധിച്ചുമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് ഈ ആക്ടിവിറ്റിയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. തദ്രീബാത്തുൽ ലുഗവിയ്യ, ലാംഗ്വേജ് എക്സസൈസസ്, ഭാഷാപരമായ പഠന പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി അജിബ് അമ്മ എത്തി. താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക. അപ്പോൾ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായ ഉത്തരം തയ്യാറാക്കുകയാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ നാം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് താഴെ തന്നെ അജീബ എന്ന തലക്കെട്ടോടുകൂടി ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മസ്മു ബിലാദിക്, നിന്റെ രാജ്യത്തിന്റെ പേരെന്താണ്? ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നർത്ഥം, ബിലാദ് എന്ന് പറഞ്ഞാൽ രാജ്യം. അപ്പൊ നിന്റെ രാജ്യത്തിന്റെ പേരെന്താണ്? ഇപ്പൊ നമ്മൾ പാഠഭാഗത്ത് നമ്മുടെ രാജ്യമായ ഇന്ത്യയെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ എന്റെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന രൂപത്തിലാണ് ഈ ഒരു ചോദ്യത്തിന് നാം ഉത്തരം എഴുതേണ്ടത്. അപ്പൊ ഇതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക. ഇസ്മു ബിലാദി ജുംഹൂരിയത്തുൽ ഹിന്ദ്. ഇസ്മു ബിലാദി, എന്റെ രാജ്യത്തിന്റെ പേര് ജുംഹൂരിയത്തുൽ ഹിന്ദ്, ഇന്ത്യ എന്നാണ്. ഇവിടെ ജുംഹൂരിയത്തുൽ ഹിന്ദ് അഥവാ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ ചോദ്യം ഐന തഖഉ ബിലാദുക്, നിന്റെ രാജ്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നർത്ഥം, വഖഅ പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക. അപ്പൊ നിന്റെ രാജ്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ്. അപ്പൊ അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നാം എഴുതേണ്ടത്. അപ്പൊ ഇതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക. തഖഉ ബിലാദി ഫി ജനൂബി ആസിയ. തഖഉ ബിലാദി, എന്റെ രാജ്യം സ്ഥിതി ചെയ്യുന്നു ഫി ജനൂബി ആസിയ, ഏഷ്യയുടെ തെക്ക് ഭാഗത്ത്. ജനൂബ് എന്ന് പറഞ്ഞാൽ സൗത്ത് അഥവാ തെക്ക് ഭാഗം എന്നർത്ഥം. ആസിയ എന്ന് പറഞ്ഞാൽ ഏഷ്യ. ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് എന്റെ രാജ്യമായ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം അൽ ഹിന്ദു കാനത്ത് മഹദല്ലി അയ്യ ഹലാറ. അൽ ഹിന്ദു കാനത്ത് മഹദൻ, ഇന്ത്യ ഒരു ഉത്ഭവ കേന്ദ്രമായിരുന്നു. മഹദ് എന്ന് പറഞ്ഞാൽ ഉത്ഭവ കേന്ദ്രം. അപ്പൊ ഇന്ത്യ എന്നത് ഒരു ഉത്ഭവ കേന്ദ്രമായിരുന്നു. ലി അയ്യ ഹലാറ, ഏത് സംസ്കാരത്തിന്റെ? ഹലാറ എന്ന് പറഞ്ഞാൽ സംസ്കാരം. ഏത് സംസ്കാരത്തിന്റെ ഉത്ഭവ കേന്ദ്രമായിരുന്നു ഇന്ത്യ? നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉത്ഭവ കേന്ദ്രമായിരുന്നു ഇന്ത്യ എന്ന രാജ്യം. അപ്പൊ ഇതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക. അൽ ഹിന്ദു കാനത്ത് മഹദല്ലി ഹലാറത്തി വാദിയ സിന്ധ്. അൽ ഹിന്ദു കാനത്ത് മഹദൻ, ഇന്ത്യ ഒരു ഉത്ഭവ കേന്ദ്രമായിരുന്നു ലി ഹലാറത്തി വാദിയ സിന്ധ്, സിന്ധു നദീതട സംസ്കാരത്തിന്റെ. ഹലാറത്ത് വാദിയ സിന്ധ് എന്ന് പറഞ്ഞാൽ സിന്ധു നദീതട സംസ്കാരം. അപ്പൊ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉത്ഭവ കേന്ദ്രമായിരുന്നു ഇന്ത്യ. ഇനി നാലാമത്തെ ചോദ്യം ഉക്തുബ് അസ്മാ അൽ മറാക്കിസ് തഅലീമിയ അൽ ഖദീമ അല്ലതി വഖഅത് ഫിൽ ഹിന്ദ്. ഉക്തുബ് അസ്മാ അൽ മറാക്കിസ് തഅലീമിയ അൽ ഖദീമ, പുരാതനമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പേരുകൾ എഴുതുക. ഇസ്മും ജമ അസ്മാ എന്ന് പറഞ്ഞാൽ പേരുകൾ. അൽ മറാക്കിസു തഅലീമിയ അൽ ഖദീമ എന്ന് പറഞ്ഞാൽ പുരാതനമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. പുരാതനമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പേരുകൾ എഴുതുക. അല്ലത്തി, എങ്ങനെയുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ്? വഖഅത് ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ സ്ഥിതി ചെയ്തിരുന്ന. വഖഅ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക. ഇന്ത്യയിൽ സ്ഥിതി ചെയ്തിരുന്ന പുരാതനമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പേരുകൾ എഴുതാനാണ് നാലാമത്തെ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പാഠഭാഗത്ത് അത്തരത്തിലുള്ള ഒരു 3 വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. നളന്ദ, ടാക്സില, പുഷ്പഗിരി. അപ്പൊ അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഉത്തരം ശ്രദ്ധിക്കുക. ഹിയ നളന്ദ വ ടാക്സില വ പുഷ്പഗിരി. ഇപ്പൊ നളന്ദ, ടാക്സില, പുഷ്പഗിരി എന്നീ 3 പുരാതന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യയിൽ സ്ഥിതി ചെയ്തിരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം മിൻ ഐന ജാഅത് തുല്ലാബു ലിദ്ദിറാസ ഫിൽ മആഹിദി തഅലീമിയ അൽ ഖദീമ. മിൻ ഐന, എവിടെ നിന്നാണ്? ജാഅത് തുല്ലാബു ലിദ്ദിറാസ, പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ വന്നത്. ജാ എന്ന് പറഞ്ഞാൽ വരിക, ത്വാലിബും ജമഅ തുല്ലാബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, ദിറാസത്ത് എന്ന് പറഞ്ഞാൽ പഠനം. പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ എവിടെ നിന്നാണ് വന്നത്? ഫിൽ മആഹിദി തഅലീമിയ അൽ ഖദീമ, പുരാതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. അൽ മആഹിദി തഅലീമിയ അൽ ഖദീമ എന്ന് പറഞ്ഞാൽ പുരാതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പുരാതനമായ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എവിടെ നിന്നാണ് വിദ്യാർത്ഥികൾ പഠിക്കാനായി വന്നിരുന്നത്? അപ്പൊ ഇതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക. ജാഅ ഇലൈഹ തുല്ലാബു വൽ അസാതിദതു മിൻ മുഖ്തലിഫി അൻഹാഇൽ ആലം. ജാഅ ഇലൈഹ തുല്ലാബു വൽ അസാതിദ, ഇന്ത്യയിലെ പുരാതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും വന്നു. ജാ എന്ന് പറഞ്ഞാൽ വരിക, തുല്ലാബ് എന്ന വിദ്യാർത്ഥികൾ, അസാതിദ എന്ന് പറഞ്ഞാൽ അധ്യാപകർ. അപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും വന്നു മിൻ മുഖ്തലിഫി അൻഹാഇൽ ആലം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. മുഖ്തലിഫ് പറഞ്ഞാൽ വിവിധമായ, വ്യത്യസ്തമായ എന്നർത്ഥം. അൻഹാഉൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഭാഗങ്ങൾ. ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഇന്ത്യയിലെ പുരാതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാനായി വന്നിരുന്നത്. ഇനി ആറാമത്തെ ചോദ്യം ഐന തഖഅ സുഹൂലു ഫിൽ ബിലാദ്. ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? ഐന എന്ന് പറഞ്ഞാൽ എവിടെ, വഖഅ പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക, സുഹൂൽ എന്ന് പറഞ്ഞാൽ സമതലങ്ങൾ അഥവാ നിരപ്പായ സ്ഥലങ്ങൾ. അപ്പോ ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് ഇത്തരത്തിൽ നിരപ്പായ സ്ഥലങ്ങൾ അഥവാ സമതലങ്ങൾ കാണപ്പെടുന്നത്? ഇതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക. അസ്സുഹൂലു തഖഅ ഫി ഷിമാലിൽ ഹിന്ദ്.
ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഷിമാല് എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗം, നോർത്ത്. ഇനി അവസാനത്തെ ചോദ്യം, ഐന ഉൻഷിഅത്ത് അൽ മുസ്തൗദഅത്തു ഫിൽ ഹിന്ദ്. ഐന ഉൻഷിഅത്ത്, എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? അൻഷഅ യുൻഷിഉ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക. അപ്പൊ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? അൽ മുസ്തൗദഅത്ത്, ഗോഡൌണുകൾ. മുസ്തൗദഅത്ത് എന്ന് പറഞ്ഞാൽ ഗോഡൌണുകൾ. ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ. അപ്പൊ ഇന്ത്യയിൽ എവിടെയാണ് ഗോഡൌണുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നത്? നമ്മള് ബ്രിട്ടീഷുകാരും അറബികളും ഒക്കെ ഇന്ത്യയിലേക്ക് വന്ന സാഹചര്യത്തിൽ അവരുടെ സാധനങ്ങളും മറ്റൊക്കെ സൂക്ഷിക്കാനായി ഒരുപാട് ഗോഡൌണുകൾ സ്ഥാപിച്ചിരുന്നു. അപ്പൊ അതൊക്കെ എവിടെയായിരുന്നു സ്ഥാപിച്ചത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക. ഉൻഷിഅത്ത് ഫിഹ മുസ്തൗദഅത്തുൻ തിജാരിയ അലാ ശവാത്തിഇ മലബാർ. ഉൻഷിഅത്ത് ഫിഹ മുസ്തൗദഅത്തുൻ തിജാരിയ, ഇന്ത്യയിൽ വ്യാവസായിക ഗോഡൌണുകൾ സ്ഥാപിക്കപ്പെട്ടു. മുസ്തൗദഅത്തുൻ തിജാരിയ എന്ന് പറഞ്ഞാൽ വ്യാവസായിക ഗോഡൌണുകൾ അഥവാ കച്ചവടാശയാർത്ഥം ഉപയോഗിക്കുന്ന ഗോഡൌണുകൾ. അത്തരത്തിലുള്ള ഗോഡൌണുകൾ സ്ഥാപിക്കപ്പെട്ടു അലാ ശവാത്തിഇ മലബാർ, മലബാർ തീരങ്ങളിൽ. ശവാത്തിഇ മലബാർ എന്ന് പറഞ്ഞാൽ മലബാർ തീരങ്ങൾ. അപ്പൊ മലബാർ തീരങ്ങളിലാണ് വ്യാവസായിക ഗോഡൌണുകൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടെ ഉത്തരം നൽകാനായി തന്നിട്ടുള്ളത്. ഇനി അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. ലഖ്സി ദർസ ഷഫഹിയൻ. ലഖ്സി ദർസ, പാഠഭാഗം ചുരുക്കി വിവരിക്കുക. ഷഫഹിയൻ, ഓറലി അഥവാ നിങ്ങളുടെ വാക്കുകൾ മുഖേന. നിങ്ങളുടെ സംസാര ശൈലിയിൽ ഈ പാഠഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ വളരെ ചുരുക്കി വിവരിക്കാനാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, ഇംല ഇൽ ഫറാഖ് ഫീമാ യലി ബി കലിമാത്തിൻ മുനാസിബത്തിൻ ഫി ദർസ്. ഇംല ഇൽ ഫറാഖ് ഫീമാ യലി, താഴെ നൽകിയിട്ടുള്ള വിട്ടഭാഗങ്ങൾ പൂരിപ്പിക്കുക. ബി കലിമാത്തിൻ മുനാസിബത്തിൻ ഫി ദർസ്, പാഠഭാഗത്ത് നിന്നുള്ള യോജിച്ച പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. പാഠഭാഗത്ത് നിന്നുള്ള യോജിച്ച പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താഴെ നൽകിയിട്ടുള്ള വിട്ടഭാഗങ്ങൾ പൂരിപ്പിക്കുകയാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ നാം ചെയ്യേണ്ടത്. അപ്പോൾ താഴെ പാഠഭാഗത്ത് നിന്നുള്ള കുറച്ച് സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. അവയിൽ നിന്ന് വിട്ടുപോയ ഭാഗങ്ങൾ പാഠഭാഗം നോക്കി കണ്ടെത്തി പൂരിപ്പിക്കാനാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സെന്റൻസ് ശ്രദ്ധിക്കുക. ഹിയ ബിലാദുൻ കബീറ ഡാഷ് അൽ അത്റാഫ്. അവിടെ വിട്ടുപോയിട്ടുള്ള പദം മുത്തറാമിയത്തുൻ എന്നുള്ളതാണ്. ഈ ഒരു സെന്റൻസിന്റെ പൂർണ്ണരൂപം ഹിയ ബിലാദുൻ കബീറ മുത്തറാമിയത്തുൽ അത്റാഫ് എന്നാണ്. അഥവാ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണിത്. അത് വളരെ വലിയ വിശാലമായ ഒരു രാജ്യമാണ് എന്നതാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. രണ്ടാമത്തെ സെന്റൻസ്, അൽ ഹിന്ദു ഡാഷ് അക്ബറു ദൗലത്തിൻ മിൻ ഹൈതു അൽ മസാഹത്തുൽ ജഗ്റാഫിയ. അവിടെ വിട്ടുപോയത് മിൻ എന്നുള്ള ഒരു പദമാണ്. ഈ ഒരു സെന്റൻസിന്റെ പൂർണ്ണരൂപം അൽ ഹിന്ദു മിൻ അക്ബരി ദൗലത്തിൻ മിൻ ഹൈതു അൽ മസാഹത്തുൽ ജഗ്റാഫിയ. ഭൂവിസ്തൃതി അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. മൂന്നാമത്തെ സെന്റൻസ്, അൽ ഹിന്ദു മിൻ ഡാഷ് അല്ലത്തി തഷ്തഹിറു ബിഹളാറത്തിഹിൽ ഖദീമ വതഖാഫത്തിഹിൽ അരീഖ. അപ്പോൾ ഇവിടെ വിട്ടുപോയിട്ടുള്ള ഭാഗം തിൽക്കൽ ബുൽദാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ സെന്റൻസിന്റെ പൂർണ്ണരൂപം അൽ ഹിന്ദു മിൻ തിൽക്കൽ ബുൽദാൻ അല്ലത്തി തഷ്തഹിറു ബിഹളാറത്തിഹിൽ ഖദീമ വതഖാഫത്തിഹിൽ അരീഖ. ഇന്ത്യ എന്നത് പുരാതനമായ സംസ്കാരം കൊണ്ടും അതുപോലെ തന്നെ നാഗരികത കൊണ്ടുമൊക്കെ പ്രസിദ്ധമായ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ്. നാലാമത്തെ സെന്റൻസ്, സുമ്മിയത്ത് ഹലാറത്ത് വാദിയ സിന്ധ് ഫി ബഅദിൽ അഹ്യാൻ ബി ഡാഷ് ഐലൻ. ഇവിടെ വിട്ടുപോയ ഭാഗം ഹലാറത്തു ഹാരപ്പ എന്നുള്ളതാണ്. ഈ ഒരു സെന്റൻസിന്റെ പൂർണ്ണരൂപം സുമ്മിയത്ത് ഹലാറത്ത് വാദിയ സിന്ധ് ഫി ബഅദിൽ അഹ്യാൻ ബി ഹലാറത്തി ഹാരപ്പ ഐലൻ. ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം, സിന്ധു നദീതര സംസ്കാരം ചില സന്ദർഭങ്ങളിൽ ഹാരപ്പൻ സംസ്കാരം എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്. അഞ്ചാമത്തെ സെന്റൻസ്, കാനത്തിൽ ഹിന്ദു മഅറൂഫത്തൻ ഡാഷ് ലിഫത്രത്തിൻ കബീറ മിൻ താരീഖിഹ ത്വവീൽ. അവിടെ വിട്ടുപോയ ഭാഗം ബി തർവാത്തിഹ എന്നുള്ളതാണ്. ഈ ഒരു സെന്റൻസിന്റെ പൂർണ്ണരൂപം, കാനത്തിൽ ഹിന്ദു മഅറൂഫത്തൻ ബി തർവാത്തിഹ ലിഫത്രത്തിൻ കബീറ മിൻ താരീഖിഹ ത്വവീൽ. ഇന്ത്യ അതിന്റെ സുദീർഘമായ ചരിത്രത്തിൽ അതിന്റെ സമ്പത്ത് കൊണ്ട് ഒട്ടേറെ കാലം പ്രസിദ്ധമായിരുന്നു എന്നതാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. ഈ രൂപത്തിലാണ് വിട്ടഭാഗങ്ങൾ നാം പൂരിപ്പിച്ച് പൂർത്തിയാക്കേണ്ടത്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി, ഇസ്തഖ്ദിമൽ കലിമാത്തി താലിയ ഫി ജുമലിക്. താഴെ നൽകിയിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജുംലകൾ തയ്യാറാക്കുക. അപ്പൊ ഇവിടെ നാം പാഠാകത്ത് പഠിച്ച 6 പദങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അവ ഓരോന്നും ഉപയോഗിച്ചുകൊണ്ട് ഓരോ ജുംലകൾ തയ്യാറാക്കാനാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ പദത്തിന്റെയും അർത്ഥം ശ്രദ്ധിക്കുക. ഒന്നാമത്തത് ജുംഹൂരിയ. ജുംഹൂരിയ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്. രണ്ടാമത്തത് തഖഉ. തഖഉ എന്നുള്ളത് വഖഅ എന്ന മാദിയ ഫീലിന്റെ മുളാരി രൂപമാണ്. വഖഅ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക. തഖഉ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. മൂന്നാമത്തെ പദം ഹലാറ. ഹലാറ എന്ന് പറഞ്ഞാൽ സംസ്കാരം, സിവിലൈസേഷൻ. നാലാമത്തത് ജനൂബ്. ജനൂബ് എന്ന് പറഞ്ഞാൽ സൗത്ത് അഥവാ തെക്ക് ഭാഗം. അഞ്ചാമത്തെ ഷർക്ക്. ഷർക്ക് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, കിഴക്ക് ഭാഗം. ആറാമത്തത് താരീഖ്. താരീഖ് എന്ന് പറഞ്ഞാൽ ചരിത്രം. അപ്പൊ ഈ 6 പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ജുംലകൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇവ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ കുറച്ച് മാതൃകാ ജുംലകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതേ രൂപത്തിൽ നിങ്ങളും കുറച്ച് സെന്റൻസുകൾ തയ്യാറാക്കി നോക്കുക. അപ്പൊ ഇവിടെ നൽകിയിട്ടുള്ള മാതൃകാ ജുംലകൾ ശ്രദ്ധിക്കുക. ആദ്യമായി നൽകിയിട്ടുള്ളത് ജുംഹൂരിയ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു ജുംലയാണ്. അൽ ഹിന്ദു ദൗലത്തുൻ ജുംഹൂരിയ. ഇന്ത്യ എന്നത് ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. ദൗലത്തുൻ ജുംഹൂരിയ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് കൺട്രി, അതാ റിപ്പബ്ലിക്കായ ഒരു രാജ്യമാണ് എന്നർത്ഥം. അടുത്തത് തഖഉ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു ജുംലയാണ്. തഖഉൽ മദ്രസത്തു അമാമൽ മസ്ജിദ്. തഖഉൽ മദ്രസത്തു, മദ്രസ അഥവാ സ്കൂൾ സ്ഥിതി ചെയ്യും. അമാമൽ മസ്ജിദ്, പള്ളിക്ക് മുമ്പിൽ.
അമാം എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്നർത്ഥം. മസ്ജിദ് എന്ന പള്ളി. അപ്പൊ പള്ളിക്ക് മുമ്പിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ പദം ഹലാറ, സംസ്കാരം. ഹലാറത്ത് വാദിയ സിന്ധ് മഷ്ഹൂറത്തുൻ ഫിൽ ആലം. ഹലാറത്ത് വാദിയ സിന്ധ്, സിന്ധു നദീതട സംസ്കാരം. മഷ്ഹൂറത്തുൻ ഫിൽ ആലം, ലോകത്ത് പ്രസിദ്ധമാണ്. മഷ്ഹൂറ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ് എന്നർത്ഥം. ആലം എന്ന് പറഞ്ഞാൽ ലോകം. ഇപ്പൊ സിന്ധു നദീതട സംസ്കാരം ലോകത്ത് പ്രസിദ്ധമാണ്. നാലാമത്തെ പദം ജനൂബ്, തെക്ക് ഭാഗം, സൗത്ത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ജുംല തഖഉ കേരള ഫി ജനൂബിൽ ഹിന്ദ്. കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ്. തെക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക. അഞ്ചാമത്തെ പദം ഷർക്ക്, കിഴക്ക് ഭാഗം, ഈസ്റ്റ്. തത്തുലാഉ ഷംസു മിന ഷർഖി. തത്തുലാഉ ഷംസു, സൂര്യൻ ഉദിക്കുന്നു. ത്വലായത്തുല എന്ന് പറഞ്ഞാൽ ഉദിക്കുക, ഷംസു എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ ഉദിക്കുന്നു മിന ഷർഖി, കിഴക്ക് ഭാഗത്ത് നിന്ന്. കിഴക്ക് ഭാഗത്ത് നിന്നാണ് സൂര്യൻ ഉദിക്കുന്നത്. അവസാനത്തെ പദം താരീഖ്, ചരിത്രം. ദറസ മുനീറുൻ താരീഖ് അൽ ഹിന്ദ്. മുനീർ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു. ദറസ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നർത്ഥം. താരീഖ് അൽ ഹിന്ദ്, ഇന്ത്യയുടെ ചരിത്രം. ഇപ്പൊ മുനീർ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു. ഈ രൂപത്തിലാണ് പദങ്ങൾ നൽകിക്കൊണ്ട് ജുംലകൾ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞാൽ നാം എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. തദബ്ബർ അൽ ജുംലത നമൂദജിയ അൽ ഖാസ്വ ബിൽ മറക്കബിൽ ഇളാഫി ثم اكتب ثلاث جمل من عندك على نمطها. تدبر الجملة النموذجية الخاصة بالمركب الإضافي. ഇളാഫത്തിന്റെ ഘടന ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മാതൃകാ ജുംല ശ്രദ്ധിക്കുക. അൽ ജുംലത്ത് നമൂദജി എന്ന് പറഞ്ഞാൽ മാതൃകാ ജുംല. അൽ മുറക്കബുൽ ഇളാഫി എന്നാൽ ഇളാഫത്തിന്റെ ഘടന. ഇളാഫത്തിന്റെ ഘടന ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാതൃകാ ജുംല ഇവിടെ നൽകിയിട്ടുണ്ട്. ഇളാഫത്തിന്റെ ഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുലാഫ്, മുലാഫി ലഹി എന്നീ രണ്ട് ഘടകങ്ങൾ ഉൾപ്പെടുന്ന ജുംലക്കാണ് ഇളാഫത്തിന്റെ ഘടന എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജുംല ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാനാണ് ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സുമ്മക്തുബ് സലാസ ജുമലും മിൻ ഇൻദിക അലാ നമതിഹ. എന്നിട്ട് അതേ രൂപത്തിൽ അതേ ശൈലിയിൽ 3 ജുംലകൾ എഴുതി തയ്യാറാക്കുക. നമത്ത് എന്ന് പറഞ്ഞാൽ ശൈലി. അപ്പൊ താഴെ ഇളാഫത്തിന്റെ ഘടന അഥവാ മുലാഫ്, മുലാഫി ലഹി എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജുംല നൽകിയിട്ടുണ്ട്. അതേ രൂപത്തിൽ മുലാഫ്, മുലാഫിയിലേക്ക് വരുന്ന മറ്റ് 3 ജുംലകൾ കൂടി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുലാഫ് അതുപോലെ തന്നെ മുലാഫിലഹിയെ കുറിച്ച് കഴിഞ്ഞ രണ്ടാമത്തെ പാഠത്തിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെയും ഇതേ രൂപത്തിലുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ആക്ടിവിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ വ്യക്തമാകും. ഇവിടെ നൽകിയിട്ടുള്ള സെന്റൻസ് ഉദാഹരണം: ഖറഅത് ത്വാലിബു ദർസഹു. ഖറഅത് ത്വാലിബു, വിദ്യാർത്ഥി വായിച്ചു. ദർസഹു, അവന്റെ പാഠഭാഗം. ഖറഅ എന്ന് പറഞ്ഞാൽ വായിക്കുക, ത്വാലിബ് എന്ന വിദ്യാർത്ഥി, ദർസ് എന്ന് പറഞ്ഞാൽ പാഠഭാഗം. അപ്പൊ ഇവിടെ ദർസഹു എന്നുള്ളതാണ് ഇളാഫത്തിന്റെ ഘടന. നമുക്കറിയാം ഇളാഫത്തിന്റെ ഘടനയിൽ ആദ്യത്തിൽ വരുന്നതായിരിക്കും മുലാഫ്, ശേഷം വരുന്നതായിരിക്കും മുലാഫ് ഇലഹി. അപ്പൊ ഇവിടെ ദർസ് എന്നുള്ളതാണ് ആദ്യം വന്നിട്ടുള്ളത്, അതുകൊണ്ട് അതാണ് മുലാഫ്. അതിന് ശേഷം വന്ന ഹു എന്നുള്ള ലമീറാണ് മുലാഫ് ഇലഹി. ദർസ് എന്ന് പറഞ്ഞാൽ പാഠഭാഗം, ഹു എന്ന് പറഞ്ഞാൽ അവന്റെ, അപ്പൊ അവന്റെ പാഠഭാഗം. അപ്പൊ ദർസിനെ ഹു എന്നുള്ള ലമീറിലേക്ക് ചേർത്തിട്ടുണ്ട് അഥവാ ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇലാഫത്തിന്റെ ഘടന വരുന്ന അഥവാ മുലാഫ്, മുലാഫിയിലേക്ക് വരുന്ന 3 ജുംലകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിന്റെ എക്സസൈസിന്റെ ഭാഗത്ത് പഠിച്ചത് കൊണ്ട് ഇവിടെ കൂടുതലായി വിശദീകരിക്കുന്നില്ല. കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ളവർക്ക് കഴിഞ്ഞ പാഠഭാഗത്തിന്റെ അഥവാ രണ്ടാമത്തെ പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റി വീഡിയോ കാണാവുന്നതാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. വാജിബുൻ മൻസിലിയുൻ, ഹോംവർക്ക്. اكتب 10 جمل من تلقاء نفسك مستخدما الفعل المعروف والفعل المجهول. ഉക്തുബ് 10 ജുമൽ മിൻ തിൽഖായി നഫ്സിക്. നിങ്ങൾ സ്വയം 10 ജുംലകൾ തയ്യാറാക്കുക. എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? മുസ്തഖ്ദിമൻ അൽ ഫിഅൽ അൽ മഅറൂഫ് വൽ ഫിഅൽ അൽ മജ്ഹൂൽ. മഅറൂഫായ ഫിഅലും അതുപോലെ തന്നെ മജ്ഹൂലായ ഫിഅലും ഉപയോഗിച്ചുകൊണ്ട്. മുസ്തഖ്ദിമൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ താഴെ കുറച്ച് മഅറൂഫായ ഫിഅലുകളും മജ്ഹൂലായ ഫിഅലുകളും നൽകിയിട്ടുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് 10 ജുംലകൾ സ്വയം തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ നൽകിയിട്ടുള്ള മഅറൂഫായതും മജ്ഹൂലായതുമായ ഫിഅലുകൾ ശ്രദ്ധിക്കുക. അവയിൽ തന്നെ മാളിയായ രൂപവും മുളാരിയായ രൂപവും ഒക്കെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ നൽകിയിട്ടുള്ളത് അൽ ഫിഅലുൽ മഅറൂഫ്, മഅറൂഫായ ഫിഅലുകളുടെ രൂപങ്ങളാണ്. രണ്ടാമത്തെ കോളത്തിൽ അൽ ഫിഅലുൽ മജ്ഹൂൽ, മജ്ഹൂലായ ഫിഅലുകളുടെ രൂപങ്ങളും. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള ഫിഅലുകളുടെ അർത്ഥം എന്ന് പറയാം. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം ജുംലകൾ തയ്യാറാക്കി നോക്കുക. ഇവിടെ ആദ്യമായി നൽകിയിട്ടുള്ള ഫിഅല് കത്തബ യക്തുബു. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി, മാളിയായ ഫിഅലാണ് കത്തബ. കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച ഫിഅലുകൾക്കാണ് നമ്മൾ മാളിയായ ഫിഅൽ എന്ന് പറയുന്നത്. യക്തുബു എന്നുള്ളത് മുളാരി രൂപമാണ്. അഥവാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്നതോ ആയ പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് നമ്മൾ മുളാരി ഉപയോഗിക്കുക. അഥവാ പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഈ രണ്ടർത്ഥത്തിലാണ് മുളാരി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ യക്തുബു എന്നുള്ള ഫിഅലിന് അർത്ഥം ഒന്നെങ്കിൽ എഴുതുന്നു അല്ലെങ്കിൽ എഴുതും, ഈ രണ്ടർത്ഥവും വരാവുന്നതാണ്. അപ്പൊ കത്തബ എഴുതി, യക്തുബു എഴുതുന്നു അല്ലെങ്കിൽ എഴുതും. ഇനി അതിന്റെ മജ്ഹൂൽ രൂപങ്ങൾ ശ്രദ്ധിക്കുക. കത്തബന്റെ മജ്ഹൂലാണ് കുത്തിബ, എഴുതപ്പെട്ടു. യക്തുബു എന്ന മുളാരിന്റെ മജ്ഹൂൽ രൂപമാണ് യുക്തബു, എഴുതപ്പെടുന്നു അല്ലെങ്കിൽ എഴുതപ്പെടും എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഫിഅൽ ശ്രദ്ധിക്കുക. ഫതഹ യഫ്തഹു. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു, യഫ്തഹു എന്ന് പറഞ്ഞാൽ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും. അതിന്റെ മജ്ഹൂൽ രൂപങ്ങൾ ഫുത്തിഹ. ഫതഹന്റെ മജ്ഹൂൽ രൂപമാണ് ഫുത്തിഹ, തുറക്കപ്പെട്ടു. യുഫ്തഹു തുറക്കപ്പെടുന്നു അല്ലെങ്കിൽ തുറക്കപ്പെടും. ഇനി മൂന്നാമത്തെ ഫിഅൽ ലറബ യളിരിബു. ലറബ അടിച്ചു, യളിരിബു
അടിക്കുന്നു അല്ലെങ്കിൽ അടിക്കും. അതിന്റെ മജ്ഹൂൽ രൂപങ്ങൾ ദറബന്റെ മജ്ഹൂൽ രൂപമാണ് ളുരിബ, അടിക്കപ്പെട്ടു. യുളറബു, അടിക്കപ്പെടുന്നു അല്ലെങ്കിൽ അടിക്കപ്പെടും. നാലാമത്തെ ഫിഅല് ദഹറജ, ഉരുണ്ടു. യുദഹ്രിജു, ഉരുളുന്നു അല്ലെങ്കിൽ ഉരുളും. ഇനി അതിന്റെ മജ്ഹൂൽ രൂപങ്ങൾ ദുഹ്രിജ, ദഹറജന്റെ മജ്ഹൂൽ രൂപമാണ് ദുഹ്രിജ, ഉരുളപ്പെട്ടു. ഇനി യുദഹ്രിജു എന്നതിന്റെ മജ്ഹൂൽ രൂപമാണ് യുദഹ്റജു, ഉരുളപ്പെടും അല്ലെങ്കിൽ ഉരുളപ്പെടുന്നു. ഇനി അടുത്ത ഫിഅൽ ശ്രദ്ധിക്കുക, അക്രമ, ബഹുമാനിച്ചു. യുക്രിമു, ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കും. ഇതിന്റെ മജ്ഹൂൽ രൂപങ്ങൾ ഉക്രിമ, യുക്രമു. ഉക്രിമ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെട്ടു, അക്രമന്റെ മജ്ഹൂൽ രൂപമാണ് ഉക്രിമ. ഇനി യുക്രിമ എന്നുള്ളതിന്റെ മജ്ഹൂൽ രൂപമാണ് യുക്രമു, ബഹുമാനിക്കപ്പെടുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടും. ഇനി അവസാനത്തെ ഫിഅല് ആമല, യുആമിലു. ആമല എന്ന് പറഞ്ഞാൽ ഇടപഴകി, പരസ്പരം ഇടപഴകുന്നതിനാണ് ആമല എന്ന് പറയുക. അപ്പൊ ആമല എന്ന് പറഞ്ഞാൽ ഇടപഴകി, യുആമിലു ഇടപഴകുന്നു അല്ലെങ്കിൽ ഇടപഴകും. ഇതിന്റെ മജ്ഹൂൽ രൂപങ്ങൾ ഉഅമില, യുആമലു. ആമലന്റെ മജ്ഹൂൽ രൂപമാണ് ഉഅമില, ഇടപഴകപ്പെട്ടു. യുആമലു ഇടപഴകപ്പെടും അല്ലെങ്കിൽ ഇടപഴകപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ വരുന്നത്. അപ്പൊ മജ്ഹൂലിന്റെ അർത്ഥം വെക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല മഅറൂഫായ ഫീലുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഫായിലും മഫ്ഊലും ഒക്കെ നമുക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഗ്രാമർ ഭാഗം ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, മജ്ഹൂലായ ഫീലുകൾ ഉപയോഗിക്കുമ്പോൾ അതിലൊരിക്കലും നമുക്ക് ഫായിലിനെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ നേരെ മഫ്ഊലിനെയാണ് മജ്ഹൂലായ ഫീലിന് ശേഷം വെച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അത്തരം മഫ്ഊലുകൾ നമ്മൾ നായിബ് ഫായിൽ എന്നൊക്കെയാണ് വിളിക്കുക എന്നൊക്കെ നമ്മൾ അവിടെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ജുംലകൾ തയ്യാറാക്കുമ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ നൽകിയിട്ടുള്ള ഫീലുകളിൽ നിന്ന് ഒരു ഫീലിനെ എടുത്തുകൊണ്ട് മാത്രം ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ ആദ്യമായി നൽകിയിട്ടുള്ള ഫീലുകൾ കത്തബ, യക്തുബു, അതുപോലെ തന്നെ കുത്തിബ, യുക്തബു. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ് അർത്ഥം. അപ്പൊ അത് വെച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കത്തബ മുഹമ്മദുൻ അരിസാല. കത്തബ മുഹമ്മദുൻ, മുഹമ്മദ് എഴുതി. അരിസാല, കത്ത്. അപ്പൊ മുഹമ്മദ് ഒരു കത്ത് എഴുതി. റിസാലത്ത് എന്ന് പറഞ്ഞാൽ കത്ത് എന്നർത്ഥം. ഇനി അതേ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യക്തുബ് എന്നുള്ള ഫീൽ വെച്ചുകൊണ്ടും ഉദാഹരണം എഴുതാം. യക്തുബ് മുഹമ്മദുൻ അരിസാല. അപ്പൊ അവിടെ അർത്ഥം മാറും. യക്തുബ് എന്ന് പറഞ്ഞാൽ എഴുതുന്നു എന്നർത്ഥം, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ യക്തുബ് മുഹമ്മദുൻ അരിസാല എന്ന് പറയുമ്പോൾ മുഹമ്മദ് കത്ത് എഴുതുന്നു അല്ലെങ്കിൽ മുഹമ്മദ് കത്ത് എഴുതും, രണ്ടർത്ഥത്തിലും വരും. പ്രസന്റും അതുപോലെ തന്നെ ഫ്യൂച്ചർ, ഈ രണ്ട് കാലത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് മുളാരിയായ ഫീലുകളൊക്കെ. അപ്പൊ ഈ രൂപത്തിലാണ് മഅറൂഫായ ഫീലുകളുടെ ജുംലകൾ വരിക. ഇനി മജ്ഹൂൽ ആയ ഫീല് വെച്ചുകൊണ്ട് നമ്മൾ ജുംലകൾ തയ്യാറാക്കുമ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചു, അവിടെ നമ്മൾ ഒരിക്കലും ഫായിലിനെ പറയില്ല, നമ്മൾ നേരെ മഫ്ഊലിനെ എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ കത്തബ മുഹമ്മദുൻ അരിസാല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസ്. അവിടെ ഫായിലായി വരുന്നത് അഥവാ പ്രവൃത്തി ചെയ്ത ആള് മുഹമ്മദാണ്, കത്തെഴുതിയ വ്യക്തി മുഹമ്മദാണ്. അപ്പൊ മുഹമ്മദിനെ ഒരിക്കലും നമ്മൾ മജ്ഹൂലായ ഫീൽഡ് പരാമർശിക്കാൻ പാടില്ല. അപ്പൊ മുഹമ്മദ് എന്നുള്ള ഫായിലിനെ ഒഴിവാക്കിയിട്ട് നേരെ മഫ്ഊലായ റിസാല എന്നുള്ള പദം എഴുതിയാൽ മതി. അപ്പൊ കുത്തിബ എന്നുള്ള മജ്ഹൂലായ ഫീൽ ഉപയോഗിച്ച് നമ്മൾ ജുംല എഴുതുമ്പോൾ കുത്തിബ റിസാല എന്ന് എഴുതിയാൽ മതി. കുത്തിബ റിസാല, കത്തെഴുതപ്പെട്ടു. അതേപോലെ തന്നെയാണ് യുക്തബ് എന്നുള്ള മജ്ഹൂലായ ഫീൽ വെച്ചുകൊണ്ടും നമ്മൾ എഴുതേണ്ടത്. യുക്തബ് റിസാല, കത്തെഴുതപ്പെടും അല്ലെങ്കിൽ കത്തെഴുതപ്പെടുന്നു. അപ്പൊ അവിടെ ഒരിക്കലും നമ്മൾ ഫായിലിനെ പറയാൻ പാടില്ല. ഇങ്ങനെ മജ്ഹൂലായ ഫീലിന് ശേഷം വരുന്ന മഫ്ഊലിനെ അല്ലെങ്കിൽ ഇസ്മിനെ നമ്മൾ നായിബ് ഫായിൽ എന്നാണ് വിളിക്കുക. ഇതൊക്കെ നമ്മൾ ഗ്രാമർ ഭാഗം ചർച്ച ചെയ്ത സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിലാണ് മഅറൂഫായ ഫീലുകൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ മജ്ഹൂലായ ഫീലുകൾ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ജുംലകൾ തയ്യാറാക്കുക. അപ്പൊ ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം. ഇനി അവസാനത്തെ ആക്ടിവിറ്റി ശ്രദ്ധിക്കുക. തർജിമായിലി, താഴെ നൽകിയിട്ടുള്ളവ ട്രാൻസ്ലേറ്റ് ചെയ്യുക, പരിഭാഷപ്പെടുത്തുക. അതിൽ തന്നെ രണ്ട് സബ് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. ഒന്ന് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും രണ്ടാമത്തേത് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സെന്റൻസുകളെയാണ്. തർജിമൽ ജുംല താലിയ ഇലൽ ഇംഗ്ലീസിയ വിൽ ഉർദിയ. താഴെ നൽകിയിട്ടുള്ള സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ ഉറുദുവിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യുക. നമ്മൾ പൊതുവെ ഇംഗ്ലീഷാണ് ഉപയോഗിക്കാറുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സെന്റൻസ് തുഅറഫുൽ ഹിന്ദു ബി ബിലാദിൽ അജായിബ്. തുഅറഫുൽ ഹിന്ദു, ഇന്ത്യ അറിയപ്പെടുന്നു. അറഫ ആരിഫ് എന്നാൽ അറിയുക എന്നർത്ഥം. അപ്പൊ ഇന്ത്യ അറിയപ്പെടുന്നു ബി ബിലാദുൽ അജായിബ്, അത്ഭുതങ്ങളുടെ രാജ്യം എന്ന പേരിൽ. ബിലാദുൽ അജായിബ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ രാജ്യം, അജായിബ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ എന്നാണ് അർത്ഥം. ബിലാദ് എന്ന് പറഞ്ഞാൽ രാജ്യം. അത്ഭുതങ്ങളുടെ രാജ്യം എന്ന പേരിൽ ഇന്ത്യ അറിയപ്പെടുന്നു. അപ്പൊ ഈ ഒരു സെന്റൻസിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അതിന് ആവശ്യമായി വരുന്ന പദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അറഫ ആരിഫു അഥവാ അറിയുക എന്നുള്ളതിന് നോ എന്നാണ് പറയുക. ഹിന്ദ് എന്നുള്ളതിന് ഇന്ത്യ. ബിലാദുൽ അജായിബ് അത്ഭുതങ്ങളുടെ രാജ്യം എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക കൺട്രി ഓഫ് വണ്ടേഴ്സ് എന്നാണ്. കൺട്രി എന്ന് പറഞ്ഞാൽ രാജ്യം, വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ. ഇപ്പൊ കൺട്രി ഓഫ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളുടെ രാജ്യം. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇന്ത്യ നോൺ ആസ് കൺട്രി ഓഫ് വണ്ടേഴ്സ്.
അത്ഭുതങ്ങളുടെ രാജ്യം എന്ന പേരിൽ ഇന്ത്യ അറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെ സെന്റൻസ്, യസൂറുൽ ഹിന്ദ് അദദും മിന സുയ്യാഹി ഫി ശിത്താഇ വസ്വൈഫ്. യസൂറുൽ ഹിന്ദ്, ഇന്ത്യ സന്ദർശിക്കുന്നു. സാറ യസൂറു എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക. ഇന്ത്യ സന്ദർശിക്കുന്നു അദദും മിന സുയ്യാഹ്, ഒട്ടേറെ വിനോദസഞ്ചാരികൾ. അദദ് എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ എന്നർത്ഥം. സുയ്യാഹ്, സായിഹും ജമഅ സുയ്യാഹ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് അഥവാ വിനോദസഞ്ചാരികൾ. ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഇന്ത്യ സന്ദർശിക്കുന്നു ഫി ശിത്താഇ വസ്വൈഫ്, ശൈത്യകാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും. ഷിത്ത എന്ന് പറഞ്ഞാൽ ശൈത്യകാലം, തണുപ്പുള്ള കാലം. സ്വൈഫ് വേനൽക്കാലം. അപ്പൊ വേനൽക്കാലത്തും ശൈത്യകാലത്തും ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഇന്ത്യ സന്ദർശിക്കുന്നു. ഈ ഒരു സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവശ്യമായി വരുന്ന പദങ്ങൾ, സാറ യസൂറു സന്ദർശിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വിസിറ്റ് എന്നാണ് പറയുക. ഹിന്ദ് ഇന്ത്യ. അദദുൻ മിൻ എണ്ണമറ്റ അല്ലെങ്കിൽ ഒരുപാട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക എ നമ്പർ ഓഫ് എന്നുള്ളതാണ്. സായിഹും ജമഅ സുയ്യാഹ് അഥവാ വിനോദസഞ്ചാരികൾ എന്നുള്ള നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക ടൂറിസ്റ്റ്. ഷിത്താ ശൈത്യകാലം അഥവാ തണുപ്പുള്ള കാലത്ത് നമ്മൾ വിന്റർ എന്നാണ് ഉപയോഗിക്കുക. അതേപോലെ സ്വൈഫ് വേനൽക്കാലം എന്നുള്ളതിന് സമ്മർ. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എ നമ്പർ ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് ഇന്ത്യ ഇൻ വിന്റർ ആൻഡ് സമ്മർ. ഒട്ടേറെ വിനോദസഞ്ചാരികൾ ശൈത്യകാലത്തും അതേപോലെ വേനൽക്കാലത്തും ഇന്ത്യ സന്ദർശിക്കുന്നു. ഇനി മൂന്നാമത്തെ സെന്റൻസ്, തതദഫഖു ഇദ്ദത്തു അൻഹാരിൻ ഹിന്ദിയ മിൻ സിൽസിലത്തി ജിബാലി ഹിമാലയ. തതദഫഖു ഇദ്ദത്തു അൻഹാരിൻ ഹിന്ദിയ, ഒട്ടേറെ ഇന്ത്യൻ നദികൾ ഒഴുകുന്നു. തദഫഖ എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നർത്ഥം. ഇദ്ദത്ത് എന്നാൽ എണ്ണമറ്റ, ഒരുപാട് എന്നൊക്കെ അർത്ഥം. നെഹ്റും ജമ അൻഹാർ എന്ന് പറഞ്ഞാൽ പുഴകൾ. അൻഹാറുൻ ഹിന്ദിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പുഴകൾ. അപ്പോൾ ഒട്ടേറെ ഇന്ത്യൻ പുഴകൾ ഒഴുകുന്നു മിൻ സിൽസിലത്ത് ജിബാൽ ഹിമാലയ, ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന്. സിൽസിലത്ത് ജിബാൽ ഹിമാലയ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ പർവ്വത നിര. അപ്പൊ ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഒട്ടേറെ ഇന്ത്യൻ നദികൾ ഒഴുകുന്നുണ്ട്. ഈ ഒരു സെന്റൻസിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന പദങ്ങൾ, തദഫഖ ഒഴുകുക എന്നുള്ളതിന് ഫ്ലോ എന്നാണ് പറയുക. ഇദ്ദത്ത് എന്നുള്ളതിന് എ നമ്പർ ഓഫ് ഒട്ടേറെ അല്ലെങ്കിൽ ഒരുപാട്, എണ്ണമറ്റ എന്നൊക്കെ അർത്ഥം. അൻഹാറുൻ ഹിന്ദിയ ഇന്ത്യൻ നദികൾ എന്നുള്ളതിന് ഇന്ത്യൻ റിവേഴ്സ് എന്നാണ് പറയുക. സിൽസിലത്ത് ജിബാൽ ഹിമാലയ ഹിമാലയൻ പർവ്വത നിര എന്നുള്ളതിന് ഹിമാലയൻ മൗണ്ടൈൻ സീരീസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എ നമ്പർ ഓഫ് ഇന്ത്യൻ റിവേഴ്സ് ഫ്ലോ ഫ്രം ദ ഹിമാലയൻ മൗണ്ടൈൻ സീരീസ്. ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഒട്ടേറെ ഇന്ത്യൻ നദികൾ ഒഴുകുന്നുണ്ട്. ഇനി നാലാമത്തെ സെന്റൻസ്, യഷ്തഹിറു വാദി കശ്മീർ ബിജമാലിഹി അത്തുബിഈ. യഷ്തഹിറു വാദി കശ്മീർ, കാശ്മീർ താഴ്വരകൾ പ്രസിദ്ധമാകുന്നു. ഇഷ്തഹർ എന്നാൽ പ്രസിദ്ധമാവുക. വാദി കശ്മീർ എന്ന് പറഞ്ഞാൽ കാശ്മീർ താഴ്വരകൾ. അപ്പൊ കാശ്മീർ താഴ്വരകളൊക്കെ പ്രസിദ്ധമാകുന്നു ബിജമാലിഹി അത്തുബിഈ, അതിന്റെ പ്രകൃതി മനോഹാരിത കൊണ്ട്. ജമാലി തുബിഈ എന്ന് പറഞ്ഞാൽ പ്രകൃതി മനോഹാരിത. അപ്പൊ കാശ്മീർ താഴ്വരകളൊക്കെ അതിന്റെ പ്രകൃതി മനോഹാരിത കൊണ്ട് പ്രസിദ്ധമാകുന്നു. അപ്പൊ ഈ ഒരു സെന്റൻസിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായി വരുന്ന പദങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇഷ്തഹറ യഷ്തഹിറു പ്രസിദ്ധമാവുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക നോൺ എന്നുള്ളതാണ്. വാദി കാശ്മീർ കാശ്മീർ താഴ്വരകൾ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക വാലി ഓഫ് കാശ്മീർ എന്നുള്ളതാണ്. വാലി എന്ന് പറഞ്ഞാൽ താഴ്വര. വാലി ഓഫ് കാശ്മീർ കാശ്മീർ താഴ്വരകൾ. ജമാൽ തുബിഈ പ്രകൃതി മനോഹാരിത എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുക നാച്ചുറൽ ബ്യൂട്ടി. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് വാലി ഓഫ് കാശ്മീർ ഈസ് നോൺ ഫോർ ഇറ്റ്സ് നാച്ചുറൽ ബ്യൂട്ടി. കാശ്മീർ താഴ്വരകൾ അതിന്റെ പ്രകൃതി മനോഹാരിത കൊണ്ട് പ്രസിദ്ധമാണ്. ഇനി അവസാനത്തെ സെന്റൻസ്, യജിബു അലൈന അൻ നുഹിബ്ബ ബിലാദന. യജിബു അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ്. വജബ യജിബു എന്ന് പറഞ്ഞാൽ നിർബന്ധമാവുക. അപ്പൊ നമ്മുടെ മേൽ നിർബന്ധമാണ് അൻ നുഹിബ്ബ ബിലാദന നമ്മുടെ രാജ്യത്തെ ഇഷ്ടപ്പെടൽ. ഹബ്ബ യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, ബിലാദ് എന്ന് പറഞ്ഞാൽ രാജ്യം. നമ്മുടെ രാജ്യത്തെ ഇഷ്ടപ്പെടൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഈ ഒരു സെന്റൻസിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിരുന്ന പദങ്ങൾ, യജിബു അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ് എന്നുള്ളതിന് വി മസ്റ്റ്. അതേപോലെ നുഹിബ്ബു ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെടുക എന്നുള്ളതിന് ലവ് എന്നാണ് പറയുക. ബിലാദ് രാജ്യം എന്നുള്ളതിന് കൺട്രി. ബിലാദുന നമ്മുടെ രാജ്യം എന്നാകുമ്പോൾ അവർ കൺട്രി എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് വി മസ്റ്റ് ലവ് അവർ കൺട്രി. നമ്മൾ നിർബന്ധമായും നമ്മുടെ രാജ്യത്തെ ഇഷ്ടപ്പെടണം. ഇത്രയും സെന്റൻസുകളാണ് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ, മിനൽ ഇംഗ്ലീസിയത്തി ഇലൽ അറബിയ. ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പൊ താഴെ കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. അവയെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ആക്ടിവിറ്റി നാം ചെയ്യേണ്ടത്. ഇവിടെ നൽകിയിട്ടുള്ള ആദ്യത്തെ സെന്റൻസ് ശ്രദ്ധിക്കുക. ഇന്ത്യ വാസ് എ റിച്ച് കൺട്രി ഫോർ എ ലോങ് ടൈം. ഇന്ത്യ വാസ് എ റിച്ച് കൺട്രി. ഇന്ത്യ ഒരു സമ്പന്നമായ രാജ്യമായിരുന്നു. റിച്ച് കൺട്രി എന്ന് പറഞ്ഞാൽ സമ്പന്നമായ രാജ്യം. അപ്പൊ ഇന്ത്യ ഒരു സമ്പന്നമായ രാജ്യമായിരുന്നു ഫോർ എ ലോങ് ടൈം കുറെ കാലത്തോളം. ലോങ് ടൈം എന്ന് പറഞ്ഞാൽ കുറെ കാലം. അപ്പൊ കുറെ കാലത്തോളം ഇന്ത്യ ഒരു സമ്പന്നമായ രാജ്യമായിരുന്നു. ഈ ഒരു സെന്റൻസിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന പദങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യ, ഇന്ത്യ എന്നുള്ളതിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക ഹിന്ദ് എന്നുള്ള പദമാണ്. റിച്ച് കൺട്രി അഥവാ സമ്പന്നമായ രാജ്യം എന്നുള്ളതിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക ബിലാദുൻ ഗനിയ. ബിലാദ് എന്ന് പറഞ്ഞാൽ രാജ്യം, വനിയ എന്ന് പറയുന്നത് സമ്പന്നമായ. അപ്പൊ ബിലാദുൻ ഗനിയ സമ്പന്നമായ രാജ്യം. ലോങ് ടൈം കുറെ കാലത്തോളം എന്നുള്ളതിന്
ഫത്രത്തും മിനസ്സമൻ. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് കാനത്തിൽ ഹിന്ദു ബിലാദൻ ഗനിയ ലിഫത്രത്തും മിനസ്സമൻ. കുറെ കാലത്തോളം ഇന്ത്യ വളരെ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു. ഇനി രണ്ടാമത്തെ സെന്റൻസ് ശ്രദ്ധിക്കുക. അറബ് ട്രേഡേഴ്സ് ഓഫൺ വിസിറ്റഡ് മലബാർ കോസ്റ്റ് ആൻഡ് ബോട്ട് സ്പൈസസ്. അറബ് ട്രേഡേഴ്സ് അറേബ്യൻ കച്ചവടക്കാർ ഓഫൺ വിസിറ്റഡ് മലബാർ കോസ്റ്റ്. അവർ മലബാർ തീരങ്ങൾ സന്ദർശിച്ചു. വിസിറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക, മലബാർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മലബാർ തീരങ്ങൾ. അപ്പൊ അറേബ്യൻ കച്ചവടക്കാർ മലബാർ തീരങ്ങൾ സന്ദർശിച്ചു. ആൻഡ് ബോട്ട് സ്പൈസസ്, കൂടാതെ അവർ അവിടെ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങുകയും ചെയ്തു. ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങുക, സ്പൈസസ് എന്ന് പറഞ്ഞാൽ സുഗന്ധവ്യഞ്ജനങ്ങൾ. ഈ ഒരു സെന്റൻസിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായി വരുന്ന പദങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അറബ് ട്രേഡേഴ്സ് അറേബ്യൻ കച്ചവടക്കാർ എന്നുള്ളതിന് നമ്മൾ അറബിയിൽ പറയുക തുജാറുൽ അറബ്, അറേബ്യൻ കച്ചവടക്കാർ. താജറും തുജാർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ, അറബ് എന്ന് പറഞ്ഞാൽ അറേബ്യ. തുജാറുൽ അറബ് എന്നാണ് അറബ് ട്രേഡേഴ്സ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക. അടുത്തത് വിസിറ്റ്, സന്ദർശിക്കുക എന്നുള്ളതിന് സാറ എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. മലബാർ കോസ്റ്റ്, മലബാർ തീരങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക ഷവാത്ത് മലബാർ. ഷവാത്ത് എന്ന് പറഞ്ഞാൽ തീരങ്ങൾ, കോസ്റ്റ്. ബോട്ട് വാങ്ങി എന്നുള്ളതിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക ഇഷ്തറ. സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നതിന് ബഹാറാത്ത് എന്നാണ് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് സാറത്ത് തുജാറുൽ അറബ് ഷവാത്ത് മലബാർ വഷ്തറു അൽ ബഹാറാത്ത്. അറേബ്യൻ കച്ചവടക്കാർ മലബാർ തീരങ്ങൾ സന്ദർശിക്കുകയും സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങുകയും ചെയ്തു. ഇനി മൂന്നാമത്തെ സെന്റൻസ്. നളന്ദ, ടാക്സില ആൻഡ് പുഷ്പഗിരി വേർ ആൻഷ്യന്റ് സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. നളന്ദ, ടാക്സില, പുഷ്പഗിരി. നളന്ദയും ടാക്സിലയും അതുപോലെ തന്നെ പുഷ്പഗിരിയും ഒക്കെ വർ ആൻഷ്യന്റ് സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, പുരാതനമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു. നമ്മൾ പാഠത്ത് പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പുരാതനമായ 3 വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് നളന്ദ, ടാക്സില, പുഷ്പഗിരി. ആൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ പുരാതനമായ. ഈ ഒരു സെന്റൻസിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിരുന്ന പദങ്ങൾ ആൻഷ്യന്റ് പുരാതനമായ എന്നുള്ളതിന് ഖദീമ എന്നാണ് പറയുക. അതേപോലെ സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നുള്ളതിന് മറാക്കിസു തഅലീം. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് കാനത്ത് നളന്ദ വ ടാക്സില വ പുഷ്പഗിരി മറാക്കിസു തഅലീം അൽ ഖദീമ. നളന്ദയും ടാക്സിലയും പുഷ്പഗിരിയും ഒക്കെ പുരാതനമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു. ഇനി നാലാമത്തെ സെന്റൻസ്. മോഡേൺ ഇന്ത്യ ഈസ് നോൺ ഫോർ ഇറ്റ്സ് പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യ ഈസ് നോൺ ഫോർ ഇറ്റ്സ് പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അതിന്റെ ടെക്നോളജിയിലും അതേപോലെ ശാസ്ത്രത്തിലുമുള്ള പുരോഗതി കാരണം പ്രസിദ്ധമാകും. ആധുനിക ഇന്ത്യ ടെക്നോളജിയിലും ശാസ്ത്രത്തിലും ഒക്കെ പുരോഗതി കൈവരിച്ചത് കാരണം പ്രസിദ്ധമാകുന്നു എന്നതാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു സെന്റൻസിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിരുന്ന പദങ്ങൾ. മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യ എന്നുള്ളതിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുക അൽ ഹിന്ദുൽ ഹദീസ എന്നുള്ളതാണ്. ഹദീസ എന്ന് പറഞ്ഞാൽ മോഡേൺ, ആധുനികമായ. നോൺ അറിയപ്പെടുക എന്നുള്ളതിന് അറഫ ആരിഫ്. പ്രോഗ്രസ് പുരോഗതി എന്നുള്ളതിന് തത്തവൂർ എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. സയൻസ് ശാസ്ത്രം എന്നുള്ളതിന് ഉലൂം. ടെക്നോളജി എന്നുള്ളതിന് ടെക്നോളജിയ. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് തുഅറഫുൽ ഹിന്ദു അൽ ഹദീസ ലിതതവ്വുരിഹ ഫിൽ ഉലൂമി വ ടെക്നോളജിയ. ആധുനിക ഇന്ത്യ ടെക്നോളജിയിലും അതേപോലെ തന്നെ ശാസ്ത്രത്തിലും പുരോഗതി കൈവരിച്ചത് കാരണം പ്രസിദ്ധമാകുന്നു. ഇനി അവസാനത്തെ സെന്റൻസ്. റിവേഴ്സ് വാട്ടർ ദ പ്ലെയിൻ ആൻഡ് മേക്ക് ഇറ്റ് ഫെർട്ടൈൽ ഫോർ അഗ്രികൾച്ചർ. റിവേഴ്സ് നദികൾ, വാട്ടർ ദ പ്ലെയിൻ സമതലങ്ങളെ നനക്കുന്നു. ഇവിടെ വാട്ടർ എന്നത് വെള്ളം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നനക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നാം പൊതുവെ വെള്ളം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ്, പക്ഷെ നനക്കുക എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സമതലം അഥവാ നിരപ്പായ സ്ഥലം എന്നർത്ഥം. അപ്പൊ നദികൾ നിരപ്പായ സ്ഥലങ്ങളെ അഥവാ സമതലങ്ങളെ നനക്കുന്നു. ആൻഡ് മേക്ക് ഇറ്റ് ഫെർട്ടൈൽ ഫോർ അഗ്രികൾച്ചർ, എന്നിട്ട് അതിനെ കൃഷിക്കനുയോജ്യമായ രൂപത്തിൽ ഫലഭൂയിഷ്ടമാക്കും. മേക്ക് ഇറ്റ് ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമാക്കുക, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി. അപ്പൊ നദികൾ സമതലങ്ങളെ നനക്കുകയും കൃഷിക്കനുയോജ്യമായ രൂപത്തിൽ അതിനെ ഫലഭുഷ്ടമാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സെന്റൻസിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായി വരുന്ന പദങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റിവേഴ്സ് നദികൾ എന്നുള്ളതിന് നമ്മൾ അറബിയിൽ പറയുക അൻഹാർ എന്നാണ്. നെഹ്റിന്റെ ജംആണ് അൻഹാർ, നദികൾ അഥവാ പുഴകൾ എന്നർത്ഥം. വാട്ടർ നനക്കുക എന്നുള്ളതിന് സഖാ യസ്ഖി. സഖാ എന്ന് പറഞ്ഞാൽ നനക്കുക, അതിന്റെ മുളാരി രൂപമാണ് യസ്ഖി. പ്ലെയിൻ അഥവാ സമതലം എന്നുള്ളതിന് സുഹൂൽ. ഫെർട്ടൈൽ ഫലഭൂയിഷ്ടമായത് എന്നുള്ളതിന് ഖസിബ. അഗ്രികൾച്ചർ കൃഷി എന്നുള്ളതിന് സിറാ. ഈ ഒരു സെന്റൻസിനെ പൂർണ്ണമായിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതേണ്ടത് തസ്ഖിൽ അൻഹാർ അസ്സുഹൂല വതജഅലുഹ ഖസിബതൻ ലിസ്സിറാ. തസ്ഖിൽ അൻഹാർ അസ്സുഹൂല നദികൾ സമതലങ്ങളെ നനക്കുന്നു, വതജഅലുഹ ഖസിബതൻ ലിസ്സിറാ എന്നിട്ട് അതിനെ കൃഷിക്കനുയോജ്യമായ രൂപത്തിൽ ഫലഭുഷ്ടമാക്കും. ഇത്രയും സെന്റൻസുകളാണ് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതോടുകൂടി മൂന്നാമത്തെ പാഠഭാഗമായ ബിലാദി എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇൻഷാ അല്ലാഹ് ബാക്കി പാഠങ്ങളുടെ ക്ലാസ്സുകൾ അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. അത് യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ ഉപകാരം എന്ന് തോന്നിയാൽ നിങ്ങളുടെ സഹപാഠി സുഹൃത്തുക്കളിലേക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. ശുക്രൻ.